ഇനി ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടല്ല, ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാൻ തന്നെയാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നോട്ടം. കാരണം ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ ഉണ്ടാകുന്ന ജയം ബിജെപിക്ക് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാൻ കഴിയും. പത്തനംതിട്ടയിൽ ബിജെപിക്ക് വഴിമുട്ടിയോ എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട പ്രേക്ഷകർക്കായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ കോട്ടയിൽ നിന്നും ദിവാകരൻ എന്ന ഒരു പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ ദിവാകരൻ, 13 ഇടങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിജയസാധ്യതയുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്ന പത്തനംതിട്ടയിൽ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായിട്ടില്ല. രണ്ടാം ഘട്ട ലിസ്റ്റ് ഇന്നലെ വന്നു, അതിലും പത്തനംതിട്ട ഇടം നേടിയിട്ടില്ല. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? എന്റെ നിരീക്ഷണത്തിന് ഹിന്ദു മുന്നണിയായിട്ട് ഹിന്ദുക്കളുടേതായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നതെങ്കിലും ഹിന്ദുക്കളിൽ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സീറ്റ് നൽകുന്നത്. പത്തനംതിട്ട സുകുമാരൻ നായർ പറയുന്നതനുസരിച്ച് പത്തനംതിട്ടയിലെ ആളെ നിശ്ചയിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ശ്രീധരൻപിള്ള മുൻകൈയെടുത്ത് നിൽക്കുകയാണ് പത്തനംതിട്ട മത്സരിക്കാൻ വേണ്ടിയിട്ട്. പത്തനംതിട്ട ആര് മത്സരിച്ചാലും 3ാം സ്ഥാനത്തേക്ക് പോകുന്നുള്ളതിന് വേറെ യാതൊരു ഇതും പറയാനില്ല. കാരണം എന്താ വെച്ചാല് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7 വോട്ട് മേടിച്ച സ്ഥലമാണ് പത്തനംതിട്ട. അത്രേ ഇതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവരുടെ നോട്ടം എന്താണെന്ന് ചോദിച്ചാല് തുഷാർ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെയായിട്ട് സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് ശ്രീധരൻപിള്ള ഇവിടെ നിർത്താന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ശരി, ഇപ്പോൾ എറണാകുളത്ത് നിന്നും പ്രസന്നൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. പ്രസന്നൻ, ഇന്നലെ രണ്ടാം ഘട്ട ലിസ്റ്റ് ബിജെപി പ്രഖ്യാപിച്ചിരുന്നു, അതിലും പത്തനംതിട്ട ഇടം നേടിയിട്ടില്ല. ഇതിന് വിശദീകരണമായി നേതാക്കൾ പറയുന്നത് ശക്തനായ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ വരുമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? അത് തുഷാർ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ സുരേന്ദ്രനെ അങ്ങോട്ട് മാറ്റാമല്ലോ, എന്നിട്ട് ശ്രീധരൻപിള്ളക്ക് ഇവിടെ നിൽക്കാമല്ലോ. ഒരു കാരണവശാലും ഇവരുടെ ഈ കളി കാരണം ഒരു സീറ്റ് പോലും ബിജെപിക്ക് കിട്ടില്ല. അത് ഉറപ്പായ കാര്യമാണ്. ശരി, പത്തനംതിട്ടയിൽ നിന്നും അശോകൻ എന്ന പ്രേക്ഷകനാണ് ചേർന്നത്. അശോകന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട, ഇതുവരെയും അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. വിജയസാധ്യത ഏറ്റവും കൂടുതൽ ബിജെപി കാണുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. താങ്കളും ആ ഒരു മണ്ഡലത്തിൽ പെടുന്നതാണല്ലോ. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള മത്സരിച്ചാലും കെ സുരേന്ദ്രൻ മത്സരിച്ചാലും ഒരു കാരണവശാലും വിജയിക്കില്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒരു വിജയസാധ്യതയില്ല. ശബരിമല വിഷയത്തിൽ ഇവിടെ കുറച്ച് ഹിന്ദുക്കളെ ഇറക്കി പ്രകോപനം സൃഷ്ടിച്ചു എന്നുള്ളത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായ ഒരു മുന്നേറ്റവും ബിജെപിക്കുള്ള സ്ഥലമല്ല പത്തനംതിട്ട. ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്ന ഒരു പ്രേക്ഷകനാണ് ചേർന്നത്. പ്രേമന്റെ അഭിപ്രായം എങ്ങനെയാണ്? പാർട്ടിയിലുള്ള ഒരു ചേരിതിരിവാണോ ഇത്രയും സ്ഥാനാർത്ഥി വൈകാൻ ഒരു കാരണമായി പറയേണ്ടത്? ഒരിക്കലുമല്ല. അവിടെ സുകുമാരൻ നായരുടെ സമ്മർദ്ദമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർക്ക് പിടിപ്പുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. അവിടെ കെ സുരേന്ദ്രനായിരുന്നു കൂടുതൽ സാധ്യത. പക്ഷെ കെ സുരേന്ദ്രൻ നിർത്തുന്നതിനോട് സുകുമാരൻ നായർക്ക് യോജിപ്പില്ല. ശ്രീധരൻപിള്ള നിർത്തണം എന്നാണ് സുകുമാരൻ നായരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകാനും കാരണം. ആര് തന്നെ മത്സരിച്ചാലും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ അവിടെ ബിജെപിക്ക് വോട്ട് വളരെ കുറച്ച് വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യഘട്ടത്തിൽ 7 വോട്ടാണ് ഒരു വാർഡിൽ കിട്ടിയത്. രണ്ടാമത് തെരഞ്ഞെടുപ്പ് മറ്റൊരു വാർഡിൽ പുതുപ്പാറ പഞ്ചായത്തിലെ ഒരു വാർഡിൽ ബിജെപിക്ക് അവിടെ വളരെ കുറച്ച് വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സാധ്യതയും പത്തനംതിട്ടയിൽ ഇല്ല. എന്നാലും ബിജെപി കടിപിടി കൂടുകയാണ് ആ സീറ്റിൽ. പിന്നെ സ്ഥാനാർത്ഥി നിർത്തുന്നതിന് വേണ്ടി ആരെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ റാന്നിയിൽ നിന്നും കൃഷ്ണൻകുട്ടി എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, ശബരിമല സ്ത്രീ പ്രവേശന വിവാദം ഏറ്റവും കൂടുതൽ വോട്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ ഇതുവരെയും ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? അതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ NSS ശ്രീധരൻപിള്ളയ്ക്ക് പിന്നെ സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അതിലൊരു കാരണമായിരിക്കാം ചിലപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ശബരിമല വിഷയത്തോടനുബന്ധിച്ച് നല്ല ബിജെപിക്ക് നല്ല വോട്ട് ശതമാനം ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ബിജെപി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ബിജോയ് എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. ബിജോയുടെ അഭിപ്രായം എങ്ങനെയാണ്? സാറേ, ഞാൻ പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു ഓർഡറാണ്. ഈ പത്തനംതിട്ട മണ്ഡലത്തില് ബിജെപിയുടെ നരേന്ദ്രമോദി നിന്നാൽ പോലും ജയിക്കുന്ന ഒരു മണ്ഡലമല്ല. അവർ 3ാം സ്ഥാനത്ത് പോകുന്നത് യാതൊരു സംശയമില്ല. ഇവിടെ വീണ ജോർജ് ജയിച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഇവരുടെ ഈ
ശബരിമലയെ പുണ്യഭൂമിയായ ശബരിമലയിൽ ഇവരെ കാട്ടിക്കുട്ടി അക്രമത്തിന് പത്തനംതിട്ടയിലെ ജനങ്ങൾ തക്കതായ മറുപടി 3-ാം സ്ഥാനത്ത് തന്നെ ഇവരെ കൊണ്ടെത്തിക്കുന്ന യാതൊരു സംശയമില്ല. ഇത് നരേന്ദ്രമോദിയല്ല, അമിത്ഷാ വന്നാൽ പോലും പത്തനംതിട്ടയിൽ ജയിക്കുകയില്ല. ശരി, ഒറ്റപ്പാലിൽ നിന്നും വിനോദ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. വളരെ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചനകളൊക്കെയും. എന്നാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? കർണാടകയിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് 1800 കോടി റുപ്യ ചെലവാക്കിയ ആൾക്കാരാണ്. അതുപോലെ പത്തനംതിട്ടയിൽ ആരെ കൂടുതൽ കാശ് കൊണ്ടിരുന്ന് കാത്തിരിക്കാവും. ശരി, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നും നാഗേന്ദ്രൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? അതെ, ഇവിടെ അവരിപ്പോ ഈ ഹിന്ദുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പത്തനംതിട്ടയിൽ ഈ വീണ ജോർജിനും ആന്റണിക്കും എതിരായിട്ടൊരു നിർത്തിയാലോ എന്നുള്ളതാണ്. ഇത് PJ കുര്യനാണെങ്കിൽ NSSുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ PJ കുര്യൻ ഒരു കോൺഗ്രസിൽ ഒരാളെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ഒരു രുചി ഉറപ്പിക്കുക എന്നുള്ള ഇതിപ്പോ ഇത് മൊത്തം വർഗീയത നടക്കുന്ന ഒരു അവസ്ഥയാണ് കേരളം മുഴുവൻ നടക്കുന്നത്. അറിയാമോ? ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ക്വാളിറ്റി എന്നുള്ള കാര്യം ആൾക്കാർ തീരുമാനിക്കുന്നില്ല. ഇപ്പൊ LDF ഒരു നല്ലൊരു MLA ആണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവര് എതിരെ മത്സരിക്കുന്ന ആരാ? ആന്റണി. അയാൾ ഒരു മുൻ MP ആണ്. ഇപ്പൊ ഇവര് നോക്കുന്ന ആരാ? ഒരു ക്രിസ്ത്യാനിയായ, അല്ലെങ്കിൽ ഇത് വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത്, ഹിന്ദുത്വം പറയുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. മതേതര പാർട്ടികൾ മത്സരിക്കുന്നതിന് പകരം ഈ വർഗീയതയെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇതിന്റെ കുഴപ്പം. മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഇവിടെ അനീഷ്, ശബരിമല BJPയുടെ മുന്നിൽ ഒരു കീറാമുട്ടി തന്നെയായി നിൽക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇതുവരെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. LDF-മാട്ടെ UDF-മാട്ടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവുമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി. BJPക്ക് ഇവിടെ പ്രചാരണത്തിനടക്കം ഒരു മങ്ങൽ ഏൽക്കുമോ ഇത്രയും വൈകിയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം? മേഡം, കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളും കേന്ദ്രത്തിലെ കാര്യങ്ങളും മൊത്തവും നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തില് ശബരിമല പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കാരണവശാലും പത്തനംതിട്ട ജനങ്ങൾ അംഗീകരിക്കത്തില്ല. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അതിന്റെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവരും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ. ഈ 3 കൂട്ടർക്കും ഏകദേശമൊക്കെ തുല്യ സാഹചര്യമാണുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ശരി, ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ചെറുപ്പള്ളശ്ശേരിയിൽ നിന്നും ചേരുന്നു. ഗോപാലകൃഷ്ണൻ, എന്തായാലും ഏറെ വൈകിയാണെങ്കിലും 13 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. പക്ഷേ ഏറെ വിജയപ്രതീക്ഷയുള്ള പത്തനംതിട്ടയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല. താങ്കളുടെ നിരീക്ഷണവും കാഴ്ചപ്പാടും എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ഇത്ര താമസിക്കുവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ പല പ്രേക്ഷകരും പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്, 3-ാം സ്ഥാനമായിരിക്കുമെന്ന്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വോട്ട് ചെയ്യുന്നവർ ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന വോട്ട് ചെയ്യുന്നവരാണ്. അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 3-ാം സ്ഥാനം കിട്ടി എന്നുള്ളത് കൊണ്ട് ലോകസഭയിൽ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം നരേന്ദ്രമോദി നടപ്പിലാക്കിയ പല കാര്യങ്ങളും ഇവിടെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കൊണ്ട് ഹിന്ദുവിന്റെ വികാരം ഇളക്കി വിടുന്നു എന്ന്. അവരുടെയും കാര്യങ്ങൾ ഇളക്കി വിടുവാനും പലർക്കും സാധിക്കേണ്ടതില്ലേ? അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും, അത് ഏത് മതങ്ങളായാലും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ശരി, പത്തനംതിട്ടയിൽ നിന്നും സതീഷ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സതീഷ്, എന്തായാലും ഉയർന്നു കേൾക്കുന്ന അജേഷ് എന്ന പ്രേക്ഷകനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അജേഷ്, എന്തായാലും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ശ്രീധരൻപിള്ള, സുരേന്ദ്രൻ, MT രമേശ് തുടങ്ങിയവരുടേതാണ്. എന്നാൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഏറെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നാൽ കൂടിയും അത്ഭുതപ്പെടാനില്ല. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? അജേഷ് ഇല്ല. ഇപ്പോൾ പാലക്കാട് നിന്നും ഷാജുദ്ദീൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഷാജുദ്ദീൻ, എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഒന്നും തന്നെ ഇല്ല. അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് പത്തനംതിട്ടയിലെ നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതിൽ പോലും അവർ വ്യക്തമായിട്ടുള്ള തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും സുദീപ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സുദീപ്, എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? സുദീപ ലൈനിലില്ല. ഇപ്പോൾ മസ്കറ്റിൽ നിന്നും സൂരജ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സൂരജിന്റെ അഭിപ്രായം പറയാം.
ഇത് സംബന്ധിച്ച് BJP ഒരു തരത്തിൽ ഇത് ബാധിക്കില്ല. കാരണം നല്ലൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടും എല്ലാവരുമായിട്ടുള്ള ചർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകൾ പറയുന്ന പോലെ ഇത് ഒരു വർഗീയതയുടെ ഭാഗമല്ല. ഇതൊരു കേരളത്തിന്റെ എല്ലാവരും വികാരം ഉള്ള ഒരു ഇടമാണ് പത്തനംതിട്ട. ശബരിമല എന്ന് പറയുന്നത് മൊത്തത്തിൽ കേരളത്തിലുള്ള എല്ലാവരുടെയും ഒരു വികാരമാണ്. അത് തീർച്ചയായിട്ടും BJPയെ സഹായിക്കും, വരാൻ പോകുന്ന ഏത് സ്ഥാനാർത്ഥിയെ സഹായിക്കും. മൊത്തത്തിൽ കേരളത്തില് BJPയുടെ ഒരു വൻ മുന്നേറ്റം തന്നെ ഉണ്ടാകും. സംസ്ഥാനത്തെ 13 ഇടങ്ങളിലെ BJPയുടെ സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടും വിജയപ്രതീക്ഷ ഏറെയുള്ള പത്തനംതിട്ടയിൽ ഇതുവരെയും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായിട്ടില്ല. രണ്ടാംഘട്ട ലിസ്റ്റ് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പുറത്തുവന്നു. അതിലും പത്തനംതിട്ട ഇടം നേടിയിട്ടില്ല. പത്തനംതിട്ടയിൽ വഴിമുട്ടിയോ BJPക്ക് എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.